പ്രമേഹം അതുപോലത്തെ ഷുഗറൊക്കെ ഉള്ള ആളുകൾക്ക് നമ്മൾ മരുന്നുകൾ സബ് സെന്റർ വഴി ആക്കുന്ന പദ്ധതി കൂടി നടപ്പാക്കാൻ പോവുകയാണ്. നമ്മൾ പറയാം, വിദ്യാഭ്യാസം മാത്രമല്ല മെഡിക്കൽ ശുശ്രൂഷയും നൽകണം എന്ന തീരുമാനത്തിൽ തുടങ്ങിയ മെഡിക്കൽ ക്യാമ്പ് എന്നുള്ള പ്രസ്ഥാനമാണ് MES ഇപ്പോഴും കൊണ്ടുനടക്കുന്നു. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. അങ്ങാടിപ്പുറ ഗ്രാമപഞ്ചായത്തിന്റെയും MES മെഡിക്കൽ കോളേജിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് കൈത്താങ്ങായി സംഘടിപ്പിച്ച മെഗാ മെഡിക്കൽ ക്യാമ്പ് പുത്തനങ്ങാടിയിലെ PTM UP സ്കൂളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ഷബീർ കർമുക്കിൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെയും MES മെഡിക്കൽ കോളേജിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് കരുതലായി മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. പുത്തനങ്ങാടി PTM UP സ്കൂളിൽ സംഘടിപ്പിച്ച ക്യാമ്പ് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷബീർ കർമുക്കിൽ ഉദ്ഘാടനം ചെയ്തു. MES മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഡോക്ടർ PA ഫസൽ ഗഫൂർ മുഖ്യാതിഥിയായി. ഗ്രാമങ്ങളുടെ നന്മ ആരോഗ്യത്തിൽ നിന്നാണ് ആരംഭിക്കുന്നതെന്ന സന്ദേശമുയർത്തിയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. പഞ്ചായത്തിലെ ഗ്രാമാന്തരങ്ങളിലേക്കും വാർഡുകളിലേക്കും ആരോഗ്യ സേവനങ്ങൾ എത്തിക്കുന്ന വലിയ ജനകീയ പദ്ധതിയുടെ തുടക്കമായാണ് മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നതെന്ന് ഷബീർ കറുമുക്കിൽ പറഞ്ഞു. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഉപകാരപ്രദമാകുന്നൊരു പദ്ധതി കൂടിയാണ്. MES മെഡിക്കൽ കോളേജ് പരിപൂർണമായിട്ടാണ് അതിന്റെ ഡോക്ടേഴ്സിനും സ്റ്റാഫിനെയൊക്കെ നമുക്ക് നൽകുന്നത്. അത് ഗ്രാമപഞ്ചായത്ത് ഒരു പദ്ധതി കൂടി നമ്മൾ വെച്ചിട്ടുണ്ട്. ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നുകൾ സാധാരണഗതിയിൽ ഞങ്ങളുടെ FHCയിൽ പോയി വാങ്ങുവാനുള്ള ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് ഉള്ളത് കൊണ്ട് അത് മനസ്സിലാക്കി ഭരണസമിതി ഇപ്രാവശ്യം മുതൽ ഞങ്ങളുടെ സബ് സെന്ററുമായി അത്തരത്തിലുള്ള പ്രമേഹം അതുപോലത്തെ ഷുഗറൊക്കെ ഉള്ള ആളുകൾക്ക് നമ്മൾ മരുന്നുകൾ സബ് സെന്റർ വഴി ആക്കുന്ന പദ്ധതി കൂടി നടപ്പാക്കാൻ പോവുകയാണ്. അതിന്റെ പരീക്ഷണാടിസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ക്യാമ്പ് MES മെഡിക്കൽ കോളേജും അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തും നടത്തുന്ന ഈ ക്യാമ്പ് മാസത്തിൽ 2 തവണയാണ് ഞങ്ങൾ അവരോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഞങ്ങൾ ഭരണസമിതി അംഗങ്ങൾ കൂടിയിരുന്ന് MESന്റെ ടീമുമായി സംസാരിച്ച് ഈ ജനങ്ങളെ ഏതൊക്കെ രീതിയിൽ പരിചരിക്കാൻ പറ്റും ആ രീതിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു പദ്ധതി കൂടിയാണിത്. വിദ്യാഭ്യാസം മാത്രമല്ല മെഡിക്കൽ സുസ്ഥിരതയും നൽകണമെന്ന തീരുമാനത്തിലാണ് മെഡിക്കൽ ക്യാമ്പ് ആരംഭിച്ചതെന്ന് MES സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ PA ഫസൽ ഗഫൂർ പറഞ്ഞു. എന്റെ പിതാവിന്റെ കാലഘട്ടത്തിൽ തുടങ്ങിയതാണ് ഈ മെഡിക്കൽ ക്യാമ്പ് എന്ന പരിപാടി. 1964 തൊട്ടിട്ട് പാവപ്പെട്ടവർക്ക് ഏറ്റവും മുന്തിയ ലെവലിലുള്ള നമ്മൾ പറയാം, വിദ്യാഭ്യാസം മാത്രമല്ല മെഡിക്കൽ ശുശ്രൂഷയും നൽകണം എന്ന തീരുമാനത്തിൽ തുടങ്ങിയ മെഡിക്കൽ ക്യാമ്പ് എന്നുള്ള പ്രസ്ഥാനമാണ് MES ഇപ്പോഴും കൊണ്ടുനടക്കുന്നു. ഈ അങ്ങാടിപ്പുറത്ത് മെഡിക്കൽ കോളേജ് ഒന്ന് സ്ഥാപിച്ചതും MES ആണ്. അപ്പോൾ അതുകൊണ്ട് മാത്രം കാര്യമായില്ല. നമ്മൾ ചിലപ്പോൾ ഹോം കെയർ വീട്ടിലെത്തിക്കേണ്ടി വരും, വളരെ അടുത്ത് താമസിക്കുന്ന ആൾക്കാരൊക്കെ എത്തിക്കേണ്ടി വരും. അതിന് വേണ്ടിയിട്ടുള്ള സ്കീമായിട്ട് അങ്ങാടിപ്പുറം മാത്രമല്ല ഈ പ്രദേശത്തെ എല്ലാ സ്ഥലത്തുമായിട്ട് മെഡിക്കൽ ക്യാമ്പുകൾ തുടങ്ങുന്നതാണ്. MES മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും പൂർണ്ണ പിന്തുണയോടെയാണ് ക്യാമ്പിൽ പങ്കാളികളായത്. ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്ക് മരുന്നുകളും ചികിത്സയും കൂടുതൽ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതികൾക്കും പഞ്ചായത്ത് രൂപം നൽകുന്നുണ്ട്. FHCയിലേക്ക് എത്താനുള്ള ബുദ്ധിമുട്ട് പരിഗണിച്ച് ഷുഗർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് ആവശ്യമായ മരുന്നുകൾ സബ് സെന്ററുകൾ വഴി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പദ്ധതിയുടെ പരീക്ഷണ പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. മാസത്തിൽ 2 തവണ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് ജനങ്ങളെ കൂടുതൽ അടുത്തറിയാനും പരിചരിക്കാനുമുള്ള പദ്ധതികളാണ് പഞ്ചായത്തും MES മെഡിക്കൽ ടീമും ചേർന്ന് ആവിഷ്കരിക്കുന്നതെന്ന് MES മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഡോക്ടർ മുബാറക് സാലി വ്യക്തമാക്കി. ഈ പദ്ധതിയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇവിടെയുള്ള സാധാരണ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തന്നെ അത് രൂക്ഷമാകുന്നതിന് മുമ്പ് നേരത്തെ കണ്ടുപിടിക്കാനും അതേപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാനും ഒന്നിച്ചു ചേർന്നുകൊണ്ട് കഴിയാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമം നടത്തുന്നത്. അപ്പൊ പഞ്ചായത്ത് തന്നെ അതിന്റെ മൊത്തം ഈ പഞ്ചായത്തിന്റെ ഒക്കെ തന്നെ വ്യത്യസ്തമായ കേന്ദ്രങ്ങളിൽ വെച്ചുകൊണ്ട് മെഡിക്കൽ ക്യാമ്പുകൾ കണ്ടെത്താനും ആ ക്യാമ്പുകൾക്കകത്ത് വരുന്ന ആളുകൾക്കൊക്കെ തന്നെ പരിശോധനകളും അതേപോലെ തന്നെ ആവശ്യമായ ചികിത്സകളും സഹായങ്ങളും എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതോടൊപ്പം തന്നെ MES മെഡിക്കൽ കോളേജിലെ വിദഗ്ധരായിട്ടുള്ള പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അത് കാർഡിയോളജി, നെഫ്രോളജി, അതേപോലെ തന്നെ കുട്ടികളുടെ വിഭാഗം, സ്ത്രീകളുടെ വിഭാഗം, അങ്ങനെ എല്ലാ വിഭാഗം, മെഡിസിൻ, സർജറി, ഓർത്തോപെഡിക്സ്, ഫിസിയോതെറാപ്പി, ഇങ്ങനെ എല്ലാ വിഭാഗം ആളുകളും ഇതുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഇന്നത്തെ ക്യാമ്പും ഇനി തുടർ ക്യാമ്പുകളിലും ഉണ്ടാവും. ആരോഗ്യ ഗ്രാമ പദ്ധതിയുടെ ഭാഗമായി രോഗങ്ങൾ ഗുരുതരമാകുന്നതിന് മുൻപ് കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നതെന്ന് കമ്മ്യൂണിറ്റി മെഡിസിൻ രജിസ്ട്രാർ ഡോക്ടർ ജമാലുദ്ദീൻ പറഞ്ഞു. ഞങ്ങൾ ഈ ക്യാമ്പ് നടത്തുന്നത് ഈ ചികിത്സ മാത്രമല്ല
പ്രതിരോധ പ്രവർത്തനങ്ങളിലും കൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ഇപ്പം പല കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ മൃഗശല്യങ്ങൾ മുതൽ മറ്റുള്ള പല കാര്യങ്ങളും, പല പകർച്ചവ്യാധികളുണ്ട്. അതൊക്കെ എഫക്റ്റീവായിട്ട് എങ്ങനെ തടയാമെന്നുള്ള രീതിയിൽ ഒരു മെഡിക്കൽ എഡ്യൂക്കേഷൻ, ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ ഈ കമ്മ്യൂണിറ്റി കൊടുക്കാൻ ഞങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അതിന് ഞങ്ങളുടെ ആൾക്കാരൊക്കെ റെഡിയാണ്. അത് തുടർന്നുള്ള ദിവസങ്ങളിൽ നടന്നുകൊണ്ടേ കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് ഈ മെഡിക്കൽ കോളേജ് MES ഉള്ളിടത്തോളം കാലം അത് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യും. ജനറൽ മെഡിസിൻ, സർജറി, കാർഡിയോളജി, നെഫ്രോളജി, ഓർത്തോപീഡിക്സ്, സ്ത്രീരോഗ വിഭാഗം, കുട്ടികളുടെ വിഭാഗം, ഫിസിയോതെറാപ്പി തുടങ്ങി വിവിധ സ്പെഷ്യാലിറ്റികളിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും ക്യാമ്പിൽ ലഭ്യമായിരുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രായമായവർക്കുമായി പ്രത്യേക ആരോഗ്യ പരിശോധനകളും നടന്നു. ചികിത്സാ സേവനങ്ങൾക്കൊപ്പം പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും ആരോഗ്യ വിദ്യാഭ്യാസത്തിനും ക്യാമ്പിൽ പ്രത്യേക പ്രാധാന്യം നൽകി. പകർച്ചവ്യാധി പ്രതിരോധം, ജീവിതശൈലി രോഗ നിയന്ത്രണം, ആരോഗ്യ ബോധവൽക്കരണം തുടങ്ങിയ വിഷയങ്ങളിൽ മെഡിക്കൽ കോളേജിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. രോഗം വരും മുൻപ് കരുതലും രോഗം വന്നാൽ കരുണയോടെ ചികിത്സയുമെന്ന ആശയം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതായിരുന്നു ക്യാമ്പിന്റെ മറ്റൊരു പ്രത്യേകത. സാധാരണ ജനങ്ങൾക്ക് ചികിത്സയും കരുതലും ഒരുപോലെ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ വർഷങ്ങളായി MES നടത്തിവരുന്ന ജനകീയ ആരോഗ്യ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായാണ് മെഗാ മെഡിക്കൽ ക്യാമ്പ് മാറിയത്. മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുബീന തസ്നി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ TP മുബാറക് സാനി, ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഹമീദ് ഫസാൽ, മെഡിക്കൽ സൂപ്രണ്ട് മുഹമ്മദ് സാജിദ്, വൈസ് പ്രസിഡന്റ് മുബീന തസ്നി, വൈസ് പ്രിൻസിപ്പൽ ഷീല ശിവൻ, പ്രൊഫസർ ജമാലുദ്ദീൻ CV, അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് മെമ്പർ U രവി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബു താഹിർ തങ്ങൾ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹാജിറ ഹുസൈൻ, മെഡിക്കൽ ഓഫീസർ ബൈജു, അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സുഹാസ് ലാൽ, പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സെക്രട്ടറി നൌഷാദ് അലി, MES യൂണിറ്റ് മുഹമ്മദ് കബീർ, കുഞ്ഞുമൊയ്തീൻ ചോലയിൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. ആരോഗ്യത്തിന്റെ വെളിച്ചം ഗ്രാമങ്ങളിലേക്ക് പകരുന്ന ജനകീയ മുന്നേറ്റമായി ക്യാമ്പ് മാറി. ചാനൽ 10 പെരിന്തൽമണ്ണ. Years of sparkling legacy. Popular Gold and Diamonds, Perindalmanna.